നമസ്കാരം. വചന സമീക്ഷയുടെ ഒരു പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ അല്പസമയ ചിന്തയ്ക്ക് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഫിലിപ്പിയർ 4-ാം അധ്യായം 13-ാം വാക്യാണ്. അവിടെ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു. ഏവർക്കും വചന സമീക്ഷയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കറിയാം, നാം എന്തൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെങ്കിലും നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവണമെങ്കിൽ, നമുക്കൊരു വിചാരം ഉണ്ടാവണം, എല്ലാവരും എൻ്റെ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെങ്കിലും എൻ്റെ ഒപ്പം ഉണ്ട്. ഞാൻ വീണു പോകുന്ന സാഹചര്യത്തിലും എന്നെ താങ്ങി നിർത്താൻ കെൽപ്പുള്ള ഒരാൾ എൻ്റെ ഒപ്പമുണ്ട്, എന്നെ മനസ്സിലാക്കുന്ന ഒരാൾ എൻ്റെ ഒപ്പമുണ്ട്. ഞാൻ ഏത് പ്രതിസന്ധിയിൽ കടന്നു പോയാലും എൻ്റെ മൈൻഡ് ഒന്ന് സെറ്റാക്കി തരാനായിട്ട് കൂടെ നിൽക്കുന്ന കട്ടച്ചങ്കായിട്ടുള്ള ഒരാൾ എൻ്റെ ഒപ്പമുണ്ട് എന്ന് നമ്മുടെ മനസ്സിൽ തന്നെ നമുക്കൊരു ഉറപ്പ് വിശ്വാസമുണ്ടെങ്കിൽ നാം ഏതൊരു കാര്യവും നിഷ്പ്രയാസം വിജയകരമാക്കി മാറ്റും, അല്ലേ? അപ്രകാരമുള്ളൊരു കഥയാണ് ഞാനിന്ന് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരു വലിയ ബിസിനസ് മാഗ്നറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി, ആ ഒരു വ്യക്തി ഇപ്പോൾ വളരെ നിരാശയിലാണ്. കാരണം വേറൊന്നുമല്ല, തൻ്റെ ബിസിനസ് ഇപ്പോൾ വളരെ താഴ്ന്ന അവസ്ഥയിലാണ്. ഏത് നിമിഷവും തൻ്റെ കയ്യിലുള്ളതെല്ലാം നഷ്ടമാകാം. ഇൻവെസ്റ്റേഴ്സ് എല്ലാം പണം തിരിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ഇനി പിടിച്ചു നിൽക്കാൻ ഈ ഒരു ആൾക്ക്, ഈ ഒരു ബിസിനസ് മാന് കഴിയത്തില്ല എന്ന് ആൾക്കാർ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം മനസ്സിലാക്കാമല്ലോ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന്. അപ്പോൾ അദ്ദേഹം എല്ലാം കൊണ്ടും ചിന്താകുഴപ്പത്തിലായി വളരെ വിഷമിച്ച് ശോകാവസ്ഥയിലായിട്ട് ഒരു പാർക്കിൽ വന്ന് അങ്ങനെ ഇരിക്കുകയാണ്. എല്ലാം കൈവിട്ട് പോയി. എൻ്റെ ബിസിനസ് പോകുന്നു, എൻ്റെ ഫാമിലി പോകുന്നു, എനിക്കൊന്നുമില്ലാതെയാവുന്നു, ഞാൻ തെരുവിലിറങ്ങേണ്ട അവസ്ഥയാകുന്നു, ഞാനിനി എന്ത് ചെയ്യും ദൈവമേ എന്നുള്ള ആ ചിന്തയോടെ വളരെ നിരാശനായിട്ട് അദ്ദേഹം താടിയിൽ കൈയും കൊടുത്ത് അങ്ങനെ ഇരിക്കുവാണേ. ആ സമയത്ത് ഒരു വൃദ്ധൻ അങ്ങ് ദൂരെ നിന്ന് ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം എന്ത് പറ്റി ഇങ്ങനെ വളരെ നിരാശയാവാൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം, ആ വൃദ്ധൻ നേരെ നമ്മുടെ ബിസിനസ് മാൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുകയാണ്. മോനെ, എന്തു പറ്റി? എന്താ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ഞാൻ കുറേ നേരമായി ശ്രദ്ധിക്കുന്നു. എന്താ നിൻ്റെ പ്രശ്നം? എന്തുണ്ടെങ്കിലും എന്നോട് തുറന്ന് പറയേ. ഒരു ചേട്ടൻ്റെ സ്ഥാനത്ത് കണ്ടോളൂ എന്നെ, അല്ലെങ്കിൽ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് കണ്ടോളൂ. നീ എന്തുണ്ടെങ്കിലും തുറന്ന് പറയും. നമുക്കറിയാം, നമ്മൾ എന്തെങ്കിലും പ്രശ്നത്തിലിരിക്കുമ്പോൾ ഒന്ന് തുറന്ന് സംസാരിക്കണം ആരുടെങ്കിലും, അല്ലേ? അത് കേൾക്കാൻ ഇപ്പോൾ ആർക്കും സമയമില്ല. നമ്മുടെ വിഷമങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ ആർക്കും ടൈമില്ല എന്നുള്ളതാണ്. അപ്പം കേൾക്കാൻ ആരെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് എത്ര സന്തോഷമാവും, അല്ലേ? അങ്ങനെ അദ്ദേഹം തൻ്റെ മനസ്സിലുള്ള എല്ലാ പ്രയാസങ്ങളും ആ വൃദ്ധനുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അദ്ദേഹം കരയുന്നുണ്ട്, കെട്ടിപ്പിടിക്കുന്നുണ്ട്, വളരെയധികം ക്ഷീണ അവസ്ഥയിലാവുന്നുണ്ട്. എന്നിട്ട് ആ വൃദ്ധൻ അതുപോലെ അദ്ദേഹത്തെ സമാധാനിപ്പിക്കുന്നു. എന്നിട്ട് ആ വൃദ്ധന് മനസ്സിലായി ഇദ്ദേഹത്തിന് എത്രത്തോളം പണത്തിൻ്റെ ആവശ്യമുണ്ടെന്ന്. സോ ആ വൃദ്ധൻ ഒരു ചെക്ക് എടുത്ത് തൻ്റെ സൈനിട്ട് ഒരു എമൗണ്ടോ എഴുതിയിട്ട് ആ ബിസിനസ്സുകാരൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. അപ്പോൾ ബിസിനസ്മാൻ പറയുകയാണ്, അയ്യോ വേണ്ട, നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവത്തില്ലേ? എൻ്റെ അവസ്ഥ വളരെ പ്രയാസകരമാണ്, പക്ഷേ നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയാൽ എനിക്കത് തിരിച്ച് തരാൻ കഴിയുമോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ വൃദ്ധൻ പറയുകയാണ്, സാരമില്ല മോനെ, ഇത്രയും നേരം നീ എന്നോട് സംസാരിച്ചതല്ലേ, എൻ്റെ മോനെ പോലെയാണ് ഞാൻ നിന്നെ കാണുന്നത്. നീ ഒരു കാര്യം ചെയ്യ്, നീ ഇത് വെറുതെ ഔദാര്യമായിട്ട് വാങ്ങി എന്നൊന്നും കരുതണ്ട. നീ കറക്റ്റ് 1 വർഷം കഴിഞ്ഞ് ഇതേ പാർക്കിൽ തന്നെ മടങ്ങി വാ. എന്നിട്ട് നീ ഇതേ പൈസ തന്നെ എനിക്ക് തിരിച്ചു താ. എനിക്ക് ഉറപ്പുണ്ട് നീ തീർച്ചയായിട്ടും നിൻ്റെ ബിസിനസ്സിൽ വിജയം കൈവരിക്കുക തന്നെ ചെയ്യും. അതിനുശേഷം നീ ഈ കാശ് അതുപോലെ എൻ്റെ കയ്യിൽ തിരിച്ചു കൊണ്ട് തന്നാൽ മതി എന്ന് പറഞ്ഞ് ഇത്രയും പറഞ്ഞുകൊണ്ട് വൃദ്ധൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബിസിനസ്മാൻ ആകെ കൺഫ്യൂസ്ഡ് ആണ്. എന്തുകൊണ്ടാ ആരാണെന്ന് അറിഞ്ഞൂടാത്ത തനിക്ക് അദ്ദേഹം ഇത്രയും കാശ് തന്നിട്ട് പോയത്? അങ്ങനെ അദ്ദേഹം ആ ഒരു ചെക്ക് പതിയെ തുറന്ന് നോക്കാൻ തുടങ്ങി. അപ്പോൾ എത്ര രൂപയാണ് ആ വൃദ്ധൻ കൊടുത്തതെന്നൊക്കെ നമുക്ക് നോക്കാം. കഥയുടെ ബാലൻസ് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമുക്കൊരു കോള് വരുന്നുണ്ട്. കോളിലേക്ക് പോകാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നേ? കോട്ടയത്ത് നിന്ന് മറിയാമ്മ കുര്യൻ.
ആന്റി സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. ഒന്ന് വീണായിരുന്നതാ ഞാൻ ഇത്രയും നേരം വിളിക്കാതിരുന്നത്. ഓ അത് ശരി. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്ത് പറ്റിയത്? എവിടെ അതെല്ലാം വീണത്? അങ്ങനെ അപ്പച്ചന് മേലാത്ത അപ്പച്ചനെ പിടിക്കാനായിട്ട് പോയതാ. ഓ അന്നേരം ഞാൻ വീണു. ഇന്ന് 2-3 മാസത്തേക്ക് എനിക്ക് ഭയങ്കര വേദനയായിരുന്നേ. അയ്യോ. അതാ ഞാൻ പിന്നെ വിളിക്കാഞ്ഞതാ. എല്ലാം കുറഞ്ഞു. ആഹാ. അപ്പച്ചൻ എങ്ങനെയുണ്ട്? അപ്പച്ചന് നടക്കുകയൊക്കെ ചെയ്യാം. ആഹാ. ഞാൻ നോക്കാൻ ഒരാളുണ്ട്. ഓക്കെ ഉം. ഓക്കെ ആന്റി. അപ്പം വലിയൊരു വീഴ്ചയെന്നൊക്കെയാണ് ദൈവം താങ്ങിയത്. അതെ, ഒന്നും പറ്റിയില്ല. 3 പ്രാവശ്യം എക്സ്റേ എടുത്ത് നോക്കിയിട്ടും പൊട്ടലും ഇല്ല, ഒന്നും ഇല്ലായിരുന്നു. ഓക്കെ, ദൈവത്തിന് നന്ദി. ദൈവത്തിന് ഞാൻ നന്ദി പറയുക അന്നേരം. പിന്നെ ഇച്ചിരി വേദന ഉണ്ടായിരുന്നു, ആഹാ. നല്ല വേദനയായിരുന്നു. പിന്നെ ആ ഡോക്ടർ പറഞ്ഞു 2-3 മാസം കഴിഞ്ഞേ ഇത് മാറുള്ളൂ പറഞ്ഞേ. ഭാഗ്യത്തിന് പൊട്ടലൊന്നും ഇല്ലല്ലോ, അതന്നെ ഏറ്റവും വലിയ കാര്യം. പൊട്ടലും ഇല്ലതും ചതവും ഇല്ല, ഒന്നും ഇല്ലായിരുന്നു. ഒന്നുമില്ല. ആഹാ. ഓക്കെ. ഒരു നരമ്പിനാണ്ട് ഒരു വിഷമക്ഷേതം വന്നതാ. ഓ അത് ശരി. ഉം. ഓക്കെ ആന്റി. അപ്പോ നമുക്ക് ഫസ്റ്റ് ചോദ്യത്തിലോട്ട് പോയാലോ? പോകാം. ആന്റിക്ക് വേണ്ടിയുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ്: ദാസ്യത്തിന്റെ ആത്മാവിന് പകരം നാം പ്രാപിച്ചത് എന്താണ്? ദാസ്യത്തിന്റെ ആത്മാവിന് പകരം നാം പ്രാപിച്ചത് എന്താണ്? പുത്രത്വത്തിന്റെ ആത്മാവിന്. അതെ, ശരി ഉത്തരാണ് ആന്റി. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ആന്റിക്ക് വേണ്ടിയുള്ള രണ്ടാമത്തെ ചോദ്യം ഇതാണ്: നാം ദൈവത്തിന്റെ മക്കൾ ആകുന്നുവെന്ന് സാക്ഷ്യം ആര് പറയുന്നു? നാം ദൈവത്തിന്റെ മക്കൾ ആകുന്നുവെന്ന് സാക്ഷ്യം ആര് പറയുന്നു? അല്ല. ഞാൻ നോക്കട്ടെ. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ. അതെ ആണ്, പക്ഷെ ആ ഒരു സാക്ഷ്യം ആരാണ് പറയുന്നത്? യേശു നമുക്ക് തന്നുവിട്ട് പോയൊരു കാര്യസ്ഥനുണ്ട്, ആരാ? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ആരോട് പറയുന്നു ആന്റി? പരിശുദ്ധാത്മാവ് നമ്മളോടൊക്കെ പറയുന്ന. അതെ, ശരി ഉത്തരാണ് ആന്റി. പരിശുദ്ധാത്മാവ്, ആത്മാവ് തന്നെ നമ്മുടെ ആത്മാവിനോട് കൂടെ, ഓക്കെ, നമ്മുടെ ആത്മാവിനോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാനത് പൊക്കപ്പാവം കണ്ടില്ലായിരുന്നു. ഓക്കെ ആന്റി. അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. അതിനു മുമ്പായിട്ട് ആന്റി നല്ലൊരു പാട്ട് കേൾക്കാൻ ചാൻസ് തരുമോ? ഞാൻ നോക്കട്ടെ. മുമ്പ് എല്ലാം ശരിയാക്കി വെച്ചില്ലായിരുന്നു. ഞാൻ പാടിക്കാന്റി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. ക്ലേശം തീർന്നു നാം നിത്യം വസിപ്പാൻ വാസമൊരുക്കാൻ പോയാ പ്രിയന്താൻ. വാസമൊരുക്കാൻ പോയാ പ്രിയന്താൻ. ഇന്നാ കഷ്ടത പരിഹാസങ്ങൾ ദുഷികളെല്ലാം തീരാൻ കാലമായി. രാജാധിരാജൻ മഹിമയോടെ വനാമേഘത്തിൽ എഴുന്നള്ളാറായി. മതിയോളെ. ഹലോ ആന്റി, നന്നായിട്ട് പാടി കേട്ടോ. നമ്മൾ ഈ സന്ധ്യാപ്രാർത്ഥനയ്ക്കൊക്കെ ചൊല്ലുന്ന പാട്ടാണ്. പാടുന്നതാ. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? പോകാം. ഓക്കെ, അപ്പൊ ആന്റിക്ക് വേണ്ടിയുള്ള തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്: നാം മക്കളാണെങ്കിൽ എന്തിനെല്ലാം അവകാശികൾ ആകുന്നു? നാം മക്കളാണെങ്കിൽ എന്തിനെല്ലാം അവകാശികളാകുന്നു? ദൈവത്തിന്റെ മക്കളാണ് നാം എങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് അവകാശമായിട്ട് ലഭിക്കുന്നത്? എനിക്കറിയാം, ഞാൻ പറയാം. ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ കൂട്ടവകാശമാണോ? ശരി ഉത്തരാണ് ആന്റി. ശരി ഉത്തരം. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും. ഓക്കെ, നമുക്ക് അവസാനത്തെ ചോദ്യത്തിലോട്ട് പോകാം.
അതിനു മുമ്പായിട്ട് ആന്റി വചനം വല്ലതും പറയാൻ താല്പര്യമുണ്ടോ? പറയാം. പറഞ്ഞോളൂ ആന്റി. ഗലാത്യർ 5:19. ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ചാഢ്യം, നിന്നപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂറ്റ് മുതലായ വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഓക്കെ ആന്റി, നല്ലൊരു വചനമായിരുന്നു. അപ്പൊ അതിന് മുൻപായിട്ട് ദൈവരാജ്യം അവകാശമാക്കുന്നവരെ കുറിച്ചും പറയുന്നുണ്ടല്ലേ. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ദൈവത്തിന് ഇതൊക്കെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങളും മുകളിൽ പറയുന്നുണ്ടല്ലേ. അപ്പൊ ഈ ഒരു ഫലങ്ങൾ വെച്ച് നമുക്ക് ദൈവത്തിന്റെ മക്കളാണോ അവര്, അല്ലാതെ പിശാചിന്റെ മക്കളാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. ഓക്കെ, നല്ലൊരു വചനമാണ് ആന്റി. നമുക്ക് അവസാനത്തെ ചോദ്യത്തിലോട്ട് നല്ല ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞേ. ആണോ? ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ആന്റിക്ക് വേണ്ടിയുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണേ. സൃഷ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് എന്തിനായിട്ടാണ്? ദൈവപുത്രന്റെ വെളിപ്പാടിനെ. ശരി ഉത്തരാണ് ആന്റി. ദൈവപുത്രന്മാരുടെ പ്രത്യക്ഷതയ്ക്കായി. ഓക്കെ ഓക്കെ ആന്റി, അപ്പൊ 4 ചോദ്യത്തിനും ശരി ഉത്തരം നൽകിയിരിക്കുകയാണ്. സന്തോഷാണോ? സന്തോഷമാ. ഓക്കെ ആന്റി, അപ്പൊ നമ്മൾ ഇനിയും വിളിക്കണേ, നമ്മുടെ പ്രോഗ്രാം കാണണേ, സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ആന്റി, ബൈ. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ വിളിച്ചിരുന്നത് മറിയമ്മ ആന്റി ആയിരുന്നു. ആന്റി വിളിച്ചതിൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ. ഇനി നമ്മളെ വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആന്റിയുടെ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും മാറി പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ദൈവത്തെ സേവിക്കാനായിട്ട് സർവ്വശക്തനായ ദൈവം ആന്റിയെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ ആ സ്റ്റോറിയിലേക്ക് മടങ്ങി വരാം കേട്ടോ. അപ്പോൾ ആ സ്റ്റോറിയിൽ നമ്മുടെ ആ ഒരു ബിസിനസ് മാൻ, ആ വൃദ്ധൻ കൊടുത്തിട്ട് പോയ ആ ചെക്ക് എത്ര രൂപയുടെ ചെക്കാണ് എന്നറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ഇങ്ങനെ തുറന്ന് നോക്കുകയാണ് കേട്ടോ. നോക്കിയപ്പോൾ ആകെ ഞെട്ടിപ്പോയി. $500,000 ചെക്കായിരുന്നു അത്. പക്ഷെ അത് സൈൻ ചെയ്തിരിക്കുന്ന ആളുടെ ആ സൈൻ കണ്ടപ്പോഴാണ് അദ്ദേഹം കൂടുതൽ ഞെട്ടിയത്. ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളായിട്ടുള്ള ജോൺ ഡി റോക്ക്ഫില്ലറിൻ്റെ സൈനോട് കൂടിയ ചെക്കായിരുന്നു അത്. അദ്ദേഹം ആകെ ഷോക്കായിപ്പോയി. ദൈവമേ, ഇത്രയും നേരം എന്നോട് സംസാരിച്ചത് ജോൺ ആയിരുന്നു എന്നുള്ള ആ ഒരു ആ ഒരു സത്യം ഉൾക്കൊള്ളാൻ തന്നെ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് ഒത്തിരി സന്തോഷമായി കേട്ടോ. അദ്ദേഹം നേരെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് അയാൾക്കറിയാം ഈ ഒരു ചെക്ക് മാറിയാൽ തീർച്ചയായിട്ടും തൻ്റെ എല്ലാ കടബാധ്യതകളും മാറും, എല്ലാ ബിസിനസ്സും തിരിച്ചെടുക്കാം, എല്ലാവർക്കും ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു വിശ്വാസം വരും, ഒരു ബിസിനസ് പോലും തകർന്നു പോകത്തില്ല. ഇതെല്ലാം അദ്ദേഹത്തിന് അറിയാം. പക്ഷെ അദ്ദേഹത്തിന് ആ ചെക്ക് മാറാനുള്ളൊരു മനസ്സ് വന്നില്ല. പകരം അദ്ദേഹം എന്താ ചെയ്തതെന്നറിയോ? ആ ചെക്ക് അതുപോലെ തന്നെ തൻ്റെ അലമാരയിൽ വെച്ച് പൂട്ടി. കാരണം അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുകയാണ്, എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കാം, എവിടെയെങ്കിലും പരാജയപ്പെട്ട് പോയി കഴിഞ്ഞാൽ ഈ ചെക്ക് അപ്പം മാറിയെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വിജയിക്കുകയാണെങ്കിൽ ഇതേ ചെക്ക് തന്നെ അദ്ദേഹത്തിന് തിരികെ നൽകുന്നതായിരിക്കും ഉത്തമം എന്ന് കരുതി ഈ കഠിനാധ്വാനിയായിട്ടുള്ള വിശ്വസ്തനായിട്ടുള്ള ഈ ഒരു ബിസിനസ്മാൻ തൻ്റെ ആ ഒരു കഴിവിൽ വിശ്വാസം അർപ്പിച്ച് അതുപോലെ തന്നെ ആ ഇരിക്കുന്ന ചെക്കിൻ്റെ ആ ഒരു ബലത്തിൽ തൻ്റെ ബിസിനസ് ആയിട്ടുള്ള ആ ഒരു ഡീലിങ്സ് എല്ലാം പുതുക്കാനായിട്ട് ആരംഭിച്ചു. അദ്ദേഹം കളത്തിലേക്ക് ഇറങ്ങുകയാണ്. എല്ലാം ഒന്നേന്ന് താഴെ നിന്ന് ചുവടെ നിന്ന് നേടിയെടുക്കാനായിട്ട് അദ്ദേഹം ഒരുപാട് പരിശ്രമിച്ചു കേട്ടോ, ഒരുപാട് പ്രയത്നിച്ചു. ആഫ്റ്റർ 1 year, 1 വർഷത്തിന് ശേഷം അദ്ദേഹം വളരെ വലിയ വിജയപരമായിട്ട് എല്ലാം പൂർത്തിയാക്കി. അദ്ദേഹം ഏറ്റവും വലിയ ബിസിനസ്സിലേക്ക് തന്നെ വീണ്ടും കടന്നു വന്നു. 2 ബിസിനസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അത്രമേൽ അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് അദ്ദേഹം മാറി. ഇതിനെല്ലാം സഹായകരമായത് ഒരിക്കലും ആ ചെക്കിലുണ്ടായിരുന്ന കാശല്ല, അതിലുള്ള വിശ്വാസത്തിൽ അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് ആയിരുന്നു, സെൽഫ് കോൺഫിഡൻസ് ആയിരുന്നു അല്ലേ. അപ്പോൾ ആ 1 വർഷം കഴിഞ്ഞ് ആ വൃദ്ധനെ കാണാൻ പോയി അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം. അതിന് മുൻപായിട്ട് നമുക്കൊരു കോള് വരുന്നുണ്ടേ, നമുക്ക് കോളിലേക്ക് പോകാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇത് ആരാ സംസാരിക്കുന്നേ? ഞാൻ കുഞ്ഞമ്മ തോമസ്, പത്തനംതിട്ട. ആന്റി സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ വീട്ടിലെല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ മംഗളേ ഉള്ളു, ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ ഓക്കെ. എങ്ങനെയാ കാലാവസ്ഥയൊക്കെ എങ്ങനെയാ? ചൂടുണ്ടെന്ന്. ഓക്കെ, ചൂടാണല്ലേ? സാരമില്ല, സഹിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ. നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ? ഉണ്ട്.
കാണാറുണ്ട്. ഒത്തിരി ഇഷ്ടമാണ്. വളരെ സന്തോഷം ആന്റി. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോകാം. പോകാം. ഓക്കെ, ആന്റിക്ക് വേണ്ടിയുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ്: മരണത്തിന് ക്രിസ്തുവിന്റെ മേൽ ഇനിയും കർത്തൃത്വം ഇല്ല, എന്തുകൊണ്ട്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. ദൈവം മുൻപാകെ കുറ്റമറ്റവരായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന നാം ഇപ്പോൾ ദൈവകോപത്തിൽ നിന്ന് ദൈവത്തിന്റെ ശത്രുക്കളായി വിമുക്തരായി നിശ്ചയമല്ലോ. അതായത് അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്രയധികമായി കോപത്തിന് രക്ഷിക്കപ്പെടും. അല്ല ആന്റി, ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാമേ. നോക്കൂ, മരണത്തിന് ക്രിസ്തുവിന്റെ മേൽ ഇനിയും കർത്തൃത്വം ഇല്ല, എന്തുകൊണ്ട്? യേശു മരിച്ചു, പക്ഷെ ആ മരണത്തിനെ യേശു ജയിച്ചു, അല്ലേ? അതുകൊണ്ട് തന്നെ മരണത്തിന് ഇനി കർത്തൃത്വം ഇല്ല. അത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാ മരണത്തെ എങ്ങനെയാ യേശു ജയിച്ചേ? ദൈവം മുൻപാകെ കുറ്റമറ്റവരായി അംഗീകരിക്കപ്പെട്ടത് കൊണ്ട്. അല്ല ആന്റി, ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതിനാൽ. ഓക്കെ ആന്റി, ശരി ഉത്തരമാണ്. ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതിനാൽ. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? പോകാം. ആന്റിക്ക് വേണ്ടിയുള്ള രണ്ടാമത്തെ ചോദ്യം ഇതാണ്: നിങ്ങളുടെ മർത്തശരീരത്തിൽ അതിന്റെ മോഹങ്ങൾ അനുസരിക്കുവാൻ തക്കവണ്ണം ഇനിയും വാഴരുത്, എന്ത്? വ്യത്യാസമുണ്ട്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണേ. നിങ്ങളുടെ മർത്തശരീരത്തിൽ അതിന്റെ മോഹങ്ങൾ അനുസരിക്കുവാൻ തക്കവണ്ണം ഇനിയും വാഴരുത്, എന്ത്? ദൈവം എന്തിനാ വെറുക്കുന്നേ? പാപത്തെ വെറുക്കുന്നു. പാപം, ശരി ഉത്തരവാണ് ആന്റി, പാപം. കേട്ടോ? അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. അതിനു മുമ്പായിട്ട് ഒരു പാട്ട് പാടുവോ ആന്റി? പാടാം. ഓക്കെ. ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ, ലോകക്കാരെല്ലാരും കൈവെടിഞ്ഞിടുമ്പോൾ, സ്വന്തം സഹോദരർ തള്ളിക്കളയുമ്പോൾ, യോസേപ്പിൻ ദൈവമൻ കൂട്ടാളിയല്ലോ. സ്വന്തം സഹോദരർ തള്ളിക്കളയുമ്പോൾ, യൗസേപ്പിൻ ദൈവമൻ കൂട്ടാളിയല്ലോ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായക. ഹലോ ആന്റി, നന്നായിട്ട് പാടി കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. അപ്പൊ ആന്റിക്ക് വേണ്ടിയുള്ള മൂന്നാമത്തെ ചോദ്യം ഇതാണ്: നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല പിന്നെ എന്തിനാണ് അധീനനാകുന്നത്? നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല പിന്നെ എന്തിനാണ് അധീനരാകുന്നത്? ന്യായപ്രമാണം വഴിയായിരുന്നു പഴയ നിയമത്തിൽ എല്ലാവരും രക്ഷിക്കപ്പെട്ടുകൊണ്ടിരുന്നത്. പക്ഷെ പുതിയ നിയമസഭയ്ക്ക് ദൈവത്തിന്റെ എന്തുകൊണ്ടാണ് രക്ഷ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ന്യായപ്രമാണത്തിന്റെ കെട്ടുകളിലല്ല ഇപ്പൊ നമ്മൾ കിടക്കുന്നത് പുതിയ നിയമത്തിലുള്ളവര്. പിന്നെ എന്തിലാണ്? വരുവാനുള്ളവന്റെ പ്രതിരൂപത്തിലാണ്. അല്ല, നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല പിന്നെ എന്തിനാണ് അധീനരാകുന്നത്? കൃപയ്ക്ക്. ശരി ഉത്തരാണ് ആന്റി, കൃപയ്ക്ക്. ഓക്കെ, നമുക്ക് നാലാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. അതിനു മുമ്പായിട്ട് ആന്റിക്ക് എന്തെങ്കിലും സാക്ഷ്യം പറയാനുണ്ടോ? സാക്ഷ്യമായിട്ടൊന്നും ഇല്ല ഇപ്പം. ഇല്ല. ഓക്കെ, അപ്പം വായിച്ച വേദഭാഗത്തെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഇപ്പൊ വായിച്ച വേദഭാഗത്തെ കുറിച്ചോ? എന്തെങ്കിലും ആന്റി ഇപ്പൊ റീസെന്റ് വായിച്ചു വെച്ച ഏതെങ്കിലും വേദഭാഗം? ഞാനൊരു വാക്യം പറയാം. പറഞ്ഞോളൂ ആന്റി. ഞാൻ തന്നെ നിന്റെ ഓഹരിയും അവകാശവുമാകുന്നു. സംഖ്യാപുസ്തകം 18:20. ഓക്കെ, നല്ലൊരു വചനാണേ. അപ്പൊ നമുക്ക് അവസാനത്തെ ചോദ്യത്തിലോട്ട് പോകാം. ഓക്കെ. അപ്പൊ ആന്റിക്ക് വേണ്ടിയുള്ള അവസാനത്തെ ചോദ്യം ഇതാണ്: നിങ്ങൾ കൃപയ്ക്ക് അധീനരായതിനാൽ എന്ത് നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുകയില്ല? കൃപയ്ക്ക് അധീനരായതിനാൽ എന്ത് നമ്മളെ മേൽ കർത്തൃത്വം നടത്തുകയില്ല? പാപമാണോ? പാപം. ശരി ഉത്തരമാണ് ആന്റി. അപ്പൊ 4 ചോദ്യത്തിനും ശരി ഉത്തരം നൽകിയിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഓക്കെ ആന്റി, ശരി. താങ്ക് യു. നമ്മൾ
നമ്മളിപ്പോൾ വിളിച്ചിരുന്നത് കുഞ്ഞമ്മ തോമസ് ആൻറ്റി ആയിരുന്നു. ആൻറ്റി വളരെ സന്തോഷമുണ്ട് വിളിച്ചതിൽ. ഇനി നമ്മളെ വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു സ്റ്റോറിയിലേക്ക് മടങ്ങി വരാം കേട്ടോ. അപ്പോൾ ഇദ്ദേഹം ഈ ഒരു ബിസിനസ്മാൻ വളരെ കോടീശ്വരനായതിനു ശേഷം അതേ ചെക്ക് കൊണ്ട് അദ്ദേഹത്തെ കാണാനായിട്ട്, തന്നെ സഹായിച്ച ആ വൃദ്ധനെ കാണാനായിട്ട് അതേ പാർക്കിൽ അതേ സീറ്റിൽ പോയിരിക്കുകയാണ് കേട്ടോ. കുറച്ചധികം നേരം കഴിഞ്ഞതിന് ശേഷം അതേ വൃദ്ധൻ അവിടെ കൂടെ നടക്കുന്നത് ഈ ബിസിനസ്മാൻ കാണാനായിട്ടിടയായി. അങ്ങനെ അയാൾ ഓടിച്ചെന്ന് ആ വൃദ്ധനെ കണ്ടിട്ട് അതേ സർ, ഞാനാണ്, എന്നെ മനസ്സിലായോ എന്നൊക്കെ ചോദിക്കുന്നതിൻ്റെ ഇടയിൽ 2-3 നേഴ്സുമാർ വന്ന് ഇയാളെ പിടിച്ചുകൊണ്ട് പോകുന്നത് കണ്ടു. അപ്പോൾ ഇയാൾ ആകെപ്പാടെ ഷോക്കായിപ്പോയി. ഇതെന്ത് പറ്റി ഇങ്ങനെ ഇത്രയും വലിയ കോടീശ്വരനായിട്ടുള്ള ആളെ, ജോൺ ഡി റോക്ക്ഫെല്ലറിനെ ആണോ ഈ പിടിച്ചുകൊണ്ട് പോകുന്ന ഈ നേഴ്സുമാർ? ഇവർക്ക് എന്താണ് എന്നൊക്കെ വിചാരിച്ചിട്ട് ആ നേഴ്സിനോട് ചെന്ന് കാര്യം തിരക്കുവാണ്. എന്ത് പറ്റി, ഇദ്ദേഹത്തെ എന്തിനാണ് പിടിച്ചുകൊണ്ട് പോകുന്നത് ഹോസ്പിറ്റലിൽ, എന്ത് പറ്റി, ഇയാളെ വെറുതെ വിട് എന്ന് പറഞ്ഞപ്പോഴേക്കും ആ നേഴ്സ് പറഞ്ഞു, സാർ ഇദ്ദേഹം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയായിരുന്നോ? ഇദ്ദേഹത്തിന് മാനസികമായിട്ട് പ്രശ്നമാണ്. അപ്പോൾ ഒരുപാട് നാൾ കൊണ്ട് താൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനാണ്, ജോൺ ഡി റോക്ക്ഫെല്ലർ ആണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരോടും ചെന്ന് അവകാശവാദം നടത്തുകയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാന ഹോബി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നോക്ക്, 1 വർഷമായിട്ട് അദ്ദേഹം ഇവിടെ നിന്ന് ചാടി പോന്നിരിക്കുകയാണ്, നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് ചാടി പോന്നിരിക്കുകയാണ്. അപ്പം ഇയാൾക്കുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വർഷവും ഒരേ സ്ഥലത്ത് തന്നെ കറങ്ങി വരും. അപ്പോൾ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 1 വർഷം മുന്നേ ഇവിടെ നിന്ന് കണ്ടുവെന്ന് 8 മാസത്തേക്ക് മുൻപേ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഓരോ പാർക്കുകളിൽ പോകുന്നതാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ ഇഷ്ടമുള്ള കാര്യം. അതുകൊണ്ട് നമുക്ക് ഒരു ഗസ്സിൽ ഇവിടെ വന്ന് നോക്കിയതാണ്, എന്തായാലും ഇവിടെ തന്നെ കാണുമെന്ന്. തീർച്ചയായിട്ടും ഇപ്പോഴെങ്കിലും ഇയാളെ പിടി കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പിടിച്ച് വലിച്ചുകൊണ്ട് പോവുകയാണ്. ഈ ബിസിനസ്മാൻ ആകെപ്പാട് ഷോക്കായി കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണേ. കാരണം ഇത്രയും നാൾ ഒരു ഭ്രാന്തൻ എഴുതി കൊടുത്ത ആ ചെക്കിൻ്റെ ഒരു ആത്മവിശ്വാസത്തിലാണ് താൻ തൻ്റെ ബിസിനസ് എല്ലാം റീസ്റ്റാർട്ട് ചെയ്തത്, ഒരുപാട് കാര്യങ്ങൾ പുതുക്കിയത്, നിർത്തിയത്, ബിസിനസ്സുകൾ ഓരോന്നായിട്ട് പുരോഗമിക്കാനായിട്ട് ഓരോ കാര്യങ്ങളിലേക്ക് എടുത്തു ചാടിയത്. ഇതെല്ലാം തനിക്ക് എത്ര നഷ്ടം വന്നാലും ഈ $500,000 തൻ്റെ കയ്യിൽ ഉണ്ടല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു. അതെല്ലാം കൂടെ തൻ്റെ ഹൃദയത്തെ ഇങ്ങനെ ആകപ്പാടെ ഉലച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു കേട്ടോ. എന്തേലും സംഭവിച്ചിരുന്നെങ്കിൽ, താൻ ഈ ചെക്ക് കൊണ്ട് പോയിരുന്നെങ്കിൽ ഒരു യൂസ് ഇല്ലാതെ ആയി പോകുമായിരുന്നു, കുറച്ചുകൂടെ കടക്കെണിയിൽ അദ്ദേഹം ആകപ്പെടുമായിരുന്നു എന്നുള്ള ആ ഒരു ടെൻഷൻ അദ്ദേഹത്തിന് മനസ്സിലുണ്ടെങ്കിലും അദ്ദേഹം ചിന്തിച്ചു, ഇത്രയൊക്കെ ആയിട്ടും എൻ്റെ സെൽഫ് കോൺഫിഡൻസ് ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതുവരെ എത്തിയത്. ഈ ചെക്ക് മാറാനൊന്നും അദ്ദേഹം നിന്നില്ലല്ലേ, പകരം അദ്ദേഹം എന്താ ചെയ്തേ, അതിരിക്കുന്നുവല്ലോ എന്നുള്ളൊരു ആത്മവിശ്വാസത്തിൽ അദ്ദേഹം തന്നിൽ തന്നെ വിശ്വാസം അർപ്പിച്ച് ഒന്നേന്ന് പുതുക്കി പണിയാനായിട്ട് തുടങ്ങി ഓരോന്നും. അതിലൂടെ സക്സസ്സിലേക്ക് എത്താനും സാധിച്ചു. ഇത് തന്നെയാണ് ദൈവവും നമ്മെപ്പറ്റി ആഗ്രഹിക്കുന്നത്. നമ്മുടെ പിന്നിൽ ഒരു വലിയ ശക്തിയുണ്ട്. ഈ ലോകം മുഴുവനും കെട്ടിപ്പടുത്തിയ ഒരു ദൈവം നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ആ ദൈവം ഉള്ളിടത്തോളം കാലം നാം തകർന്നു പോവില്ല എന്നുള്ളൊരു വിശ്വാസത്താൽ നമുക്കിനി ഒരുപാട് ഉയരങ്ങളിൽ എത്തുവാൻ, തോൽവിയിൽ നിന്ന് വിജയത്തിലേക്ക് കടക്കാൻ ആ ദൈവം നമ്മെ തീർച്ചയായിട്ടും സഹായിക്കും. അപ്രകാരം ഒരു വിശ്വാസ ജീവിതം നയിക്കാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും ഒരുക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ വചന സമീക്ഷയുടെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.